ഫാക്ടറികളിൽ വലിയ ചിമ്മിനികൾ കാണപ്പെടുന്നത് എന്തുകൊണ്ട്? ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഫാക്ടറികളിൽ വലിയ ചിമ്മിനികൾ കാണപ്പെടുന്നതെന്ന്? 17 വയസ്സുള്ള ഒരു പെൺകുട്ടി 67 ദിവസത്തോളം തുടർച്ചയായി ഉറങ്ങിയ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എത്ര തേനീച്ചകളുടെ കുത്തേറ്റാലാണ് ഒരു മനുഷ്യന്റെ മരണം സംഭവിക്കുക? റെയിൽവേ സ്റ്റേഷനിൽ മഞ്ഞ നിറത്തിലുള്ള ലൈനുകൾ കാണപ്പെടുന്നത് എന്തിനാണ്? സൂര്യൻ യഥാർത്ഥത്തിൽ ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? ഇത്തരത്തിലുള്ള കുറച്ച് കുഴപ്പിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരവുമായാണ് ഇന്ന് ഫാക്ട്സ് മലയാളം എത്തിയിരിക്കുന്നത്. നമ്പർ 20, ചിന്തകളുടെ വേഗത. നമ്മുടെ എല്ലാം ചിന്തകൾക്ക് എന്തുമാത്രം വേഗമുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? നമ്മുടെ ചിന്തകളുടെ വേഗത പ്രകാശ വേഗതയേക്കാൾ അധികമാണെന്ന് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. പ്രകാശം ഒരു സെക്കൻഡിൽ 1,86,000 മൈൽ അളവിലാണ് സഞ്ചരിക്കുന്നത്. അതായത് പ്രകാശ വേഗത്തെ ഒരു നിശ്ചിത സംഖ്യയായി കണക്കാക്കാൻ സാധിക്കും. എന്നാൽ ചിന്തകളുടെ വേഗത്തെ അതേ രീതിയിൽ കണക്കാക്കാൻ സാധിക്കില്ല. അത്രമാത്രം വേഗത്തിലാണ് ചിന്തകൾ സഞ്ചരിക്കുന്നത്. ചില ഗവേഷകർ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആപേക്ഷിക സിദ്ധാന്തത്തെയും ചിന്തകളുടെ വേഗത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തി സംസാരിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരം ബന്ധപ്പെടുത്തലുകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. നമ്പർ 19, ഡ്വൈൻ ഡഗ്ലസ് ജോൺസൺ. നിങ്ങൾ റെഡ് നോട്ടീസ് എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമയിലെ അഭിനേതാവാണ് ഡ്വൈൻ ഡഗ്ലസ് ജോൺസൺ. അദ്ദേഹം ഒരു മുൻ ഗുസ്തിക്കാരനുമാണ്. റെഡ് നോട്ടീസ് എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ ഒരു രംഗം മുഴുവനായും അദ്ദേഹത്തിന് വേണ്ടി പോളിഷ് എഴുതേണ്ടി വന്നിട്ടുണ്ട്. ഒരു സ്പോർട്സ് കാറിൽ ഡ്വൈൻ കയറുന്ന രംഗം കഥയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഡ്വൈനിന്റെ ശരീരപ്രകൃതം കാരണം അദ്ദേഹത്തിന് ആ സ്പോർട്സ് കാറിൽ കയറാനായില്ല. തുടർന്ന് ഡ്വൈനു വേണ്ടി ആ രംഗം ഒഴിവാക്കാൻ സിനിമാ അധികൃതർ തയ്യാറായി. നമ്പർ 18, കരോസ്റ്റാസ്. ലാത്വിയയിൽ കരോസ്റ്റാസ് എന്നു പേരുള്ള ഒരു ഹോട്ടലുണ്ട്. തീർത്തും വിചിത്രമായ കാര്യങ്ങളാണ് അവിടെ നടക്കാറുള്ളത്. ആ ഹോട്ടലിനുള്ളിൽ കയറിയാൽ പിന്നെ തടവ് പുലികളെ പോലെയായിരിക്കും നിങ്ങളുടെ ജീവിതം. മുൻകാലത്ത് ആ ഹോട്ടൽ ഒരു തടവറയായിരുന്നു. ജയിലിൽ പോകാതെ തന്നെ ജയിൽവാസം എന്താണെന്ന് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ കരോസ്റ്റാസ് ജയിലിലേക്ക് പോയാൽ മതി. വേണമെങ്കിൽ ഒരു ഗൈഡിന്റെ സഹായത്തോടെയും അവിടേക്ക് പോവാം. നമ്പർ 17, ക്ലെയിൻ ലെവിൻ സിൻഡ്രോം. യുഎസിൽ താമസിക്കുന്ന നിക്കോളോ ഡാനിയൽ എന്ന സ്ത്രീ ഒരു വിചിത്രമായ രോഗത്തിന്റെ ഇരയാണ്. അവർ 67 ദിവസമാണ് ഇടവേളകളൊന്നുമില്ലാതെ തുടർച്ചയായി ഉറങ്ങിയത്. ഈ അസുഖത്തിന്റെ പേര് ക്ലെയിൻ ലെവിൻ സിൻഡ്രോം അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ബ്യൂട്ടി സിൻഡ്രോം എന്നാണ്. ഈ അസുഖം ബാധിച്ചാൽ 20 മുതൽ 22 മണിക്കൂർ വരെ ഉറങ്ങിക്കൊണ്ടേയിരിക്കും. അവർക്ക് ആ ഉറക്കത്തെ ഒരു രീതിയിലും നിയന്ത്രിക്കാൻ കഴിയില്ല. ചിലപ്പോൾ ആ ഉറക്കം മാസങ്ങളോളവും വർഷങ്ങളോളവും ഒക്കെ നീണ്ടുപോകാം. നിക്കോളയ്ക്ക് ഈ രോഗം കാരണം വളരെ നീണ്ട ഉറക്കമാണ് ഉണ്ടായത്. ഈ അസുഖം സ്ത്രീകളെക്കാൾ കൂടുതൽ കണ്ടുവരുന്നത് പുരുഷന്മാരിലാണ്. നമ്പർ 16, പാട്ടുകൾ. പാട്ടുകൾ ഇഷ്ടപ്പെടാത്തവരായി ആരുണ്ട്? ചില പാട്ടുകൾ നമുക്ക് നല്ല ആശ്വാസം പകരുന്നതായിരിക്കും. ഓരോരുത്തർക്കും പല രീതിയിലുള്ള പാട്ടുകളോടായിരിക്കും ഇഷ്ടം. പലപ്പോഴും മാനസികമായി ആശ്വാസം ലഭിക്കുന്നതിനായി റിലാക്സിംഗ് മ്യൂസിക്കുകളെ ആശ്രയിക്കുന്നവരുണ്ട്. ന്യൂറോ സയന്റിസ്റ്റുകൾ പറയുന്നത് ലോകത്തിലെ ഏറ്റവും റിലാക്സിംഗ് ആയിട്ടുള്ള മ്യൂസിക് മാർക്കോണി യൂണിയൻ തയ്യാറാക്കിയിട്ടുള്ള വെയ്റ്റ് ലെസ് എന്ന മ്യൂസിക് ആണെന്നാണ്. സർജറിക്ക് മുൻപായി രോഗികളുടെ മനസ്സിനെ ശാന്തമാക്കാനായി ഈ മ്യൂസിക് ഉപയോഗിക്കാറുണ്ട്. നമ്പർ 15, ഐഫോൺ. പീരിയോഡിക് ടേബിളിൽ 118 മൂലകങ്ങളുണ്ട്. ഈ മൂലകങ്ങളെല്ലാം പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മിക്കവർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. പീരിയോഡിക് ടേബിളിലെ 75ഓളം മൂലകങ്ങൾ ഐഫോണിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിക്കാറുണ്ട്. 13 മൂലകങ്ങളാണ് സാധാരണയായി മനുഷ്യ ശരീരത്തിൽ കാണപ്പെടാറുള്ളത്. ഐഫോണിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകങ്ങളിൽ മിക്കതും അപൂർവമായി ലഭിക്കുന്നതും പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയാത്തതുമാണ്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് ദോഷമാണ് ഇത്തരം മൂലകങ്ങളുടെ തുടർച്ചയായ ഉപയോഗം. എങ്കിലും ഐഫോൺ ഉൽപ്പാദനത്തിന് ആ മൂലകങ്ങൾ കൂടിയേ തീരും. നമ്പർ 14, തേനീച്ചകൾ. തേനീച്ചകളെ വളർത്തുന്നത് വളരെ ലാഭദായകമായിട്ടുള്ള ഒരു ബിസിനസ്സാണ്. എന്നാൽ തേനീച്ചയുടെ കുത്തേറ്റാൽ അത് എത്രത്തോളം അപകടകരമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു തേനീച്ച കുത്തിയാൽ തന്നെ അസഹനീയമായ വേദനയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് തേനീച്ചകൾ കുത്തിയാലുള്ള വേദന എത്രത്തോളം ആയിരിക്കുമല്ലേ? പലപ്പോഴും ഒരു ജീവനെ അപകടത്തിലേക്ക് കൊണ്ടുപോകാൻ തന്നെ അതിന് സാധിക്കും. ഒരുപാട് തേനീച്ചകൾ ഒന്നിച്ച് ഒരാളെ ആക്രമിക്കുകയാണെങ്കിൽ അത് അമിത രക്തസമ്മർദ്ദത്തിലേക്ക് നയിക്കുകയും മരണത്തിന് പോലും കാരണമാവുകയും ചെയ്തേക്കാം. നമ്പർ 13, കറുവപ്പട്ട. കറുവപ്പട്ട പാചകത്തിനാണല്ലോ സാധാരണയായി ഉപയോഗിക്കാറുള്ളത്. എന്നാൽ കറുവപ്പട്ട കൊണ്ട് വേറെയും ചില ഗുണങ്ങളുണ്ട്. കറുവപ്പട്ട ഉപയോഗിച്ച് കീടങ്ങളെയും പ്രാണികളെയും അകറ്റാൻ സാധിക്കും. കൃഷിയിടങ്ങളിലും കീടങ്ങളെയും പ്രാണികളെയും അകറ്റാൻ കറുവപ്പട്ട ഉപയോഗിക്കാവുന്നതാണ്. ആദ്യമായാണ് കറുവപ്പട്ട കൊണ്ടുള്ള ഈ ഉപയോഗത്തെക്കുറിച്ച് നിങ്ങൾ അറിയുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്പർ 12, ലീന മെഡിന. 1939 നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ലീന മെഡിന എന്ന കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അസ്വാഭാവികമായ രീതിയിൽ ആ കുട്ടിക്ക് വണ്ണം വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. വണ്ണം വെക്കുന്നത് കാരണം പലരും ലീനയ്ക്ക് ട്യൂമറാണെന്ന് സംശയിച്ചു. എന്നാൽ ആശുപത്രിയിലെത്തി പരിശോധനകൾ കഴിഞ്ഞപ്പോഴാണ് ആ സത്യം എല്ലാവർക്കും മനസ്സിലായത്. ലീന ഗർഭിണിയായിരുന്നുവെന്ന്. ഈ വാർത്ത എല്ലാവരെയും അതിശയിപ്പിച്ചതായിരുന്നു. കാരണം ലീനയ്ക്ക് വെറും 5 വയസ്സ് മാത്രമായിരുന്നു പ്രായം. 6 മാസം കഴിഞ്ഞപ്പോൾ ലീന ഒരു കുഞ്ഞിന് ജന്മം നൽകി. ലോകത്തിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ ഗർഭിണിയായ ആദ്യത്തെ ആളാണ് ലീന. നമ്പർ 11, ആമ. ഒരു നായ കടിച്ചാൽ ഉണ്ടാകുന്ന വേദനയേക്കാൾ അധികമായിരിക്കും ഒരു ആമ കടിച്ചാൽ ഉണ്ടാകുന്ന വേദന. ആമയുടെ കടിയേറ്റ് പലപ്പോഴും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തപ്പെട്ടവരുണ്ട്.
നമ്പർ 10, റെയിൽവേ സ്റ്റേഷനിലെ മഞ്ഞ ലൈനുകൾ. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടാകുമല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ മഞ്ഞ വരകൾ കാണപ്പെടാറില്ലേ? അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ മഞ്ഞ വരകൾ യാത്രക്കാരുടെ സുരക്ഷയെ മുൻനിർത്തി രൂപപ്പെടുത്തിയതാണ്. ട്രെയിൻ വരുന്ന സമയത്ത് മഞ്ഞ വരയ്ക്ക് പുറകിൽ നിൽക്കണമെന്നാണ് നിയമം. ആക്സിഡന്റുകളിൽ നിന്നും മറ്റും യാത്രക്കാരെ സംരക്ഷിക്കുന്നതിന് ഇത്തരം മഞ്ഞ ലൈനുകൾ സഹായിക്കുന്നു. നമ്പർ 9, റിപ്പബ്ലിക് ദിനം. എല്ലാ വർഷവും ജനുവരി 26 ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനമായി ആചരിക്കാറുണ്ടല്ലോ. ഓരോ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ ഏതെങ്കിലും രാജ്യത്തിലെ രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ വിശിഷ്ടാതിഥിയായി ഇന്ത്യയിലേക്ക് വരാറുണ്ട്. 1950 ജനുവരി 26 മുതലാണ് ഇത്തരമൊരു ആചാരം ആരംഭിച്ചത്. അന്ന് ഇന്ത്യയിൽ വിശിഷ്ടാതിഥിയായി എത്തിയത് ഇന്തോനേഷ്യൻ പ്രധാനമന്ത്രിയായ സുകാർണോ ആയിരുന്നു. നമ്പർ 8, മൃതകോശങ്ങൾ. ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിലെ പഴയ കോശങ്ങൾ നശിച്ച് പുതിയ കോശങ്ങൾ രൂപപ്പെടാറുണ്ട്. മിക്കപ്പോഴും നമ്മുടെ വീടുകളിൽ കാണപ്പെടുന്ന പൊടിയുടെ ബഹുഭൂരിഭാഗവും നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ കൊഴിഞ്ഞു പോകുന്ന മൃതകോശങ്ങളായിരിക്കും. ലണ്ടനിൽ നടന്ന ഗവേഷണത്തിൽ നിന്നും കണ്ടെത്താനായത് ഒരു മനുഷ്യൻ ഒരു ദിവസം ദശലക്ഷക്കണക്കിന് മൃതകോശങ്ങൾ പുറന്തള്ളുന്നുണ്ടെന്നാണ്. ഈ മൃതകോശങ്ങൾ പിന്നീട് ചെറിയ പൊടിയുടെ രൂപത്തിലേക്ക് മാറുന്നു. നമ്പർ 7, സ്വർണം. ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടാത്ത അത്രയും ലോഹങ്ങൾ ഭൂമിയുടെ അകക്കാമ്പിനുള്ളിലുണ്ട്. സ്വർണവും അത്തരത്തിലുള്ള ഒരു ലോഹമാണ്. 99% സ്വർണവും ഭൂമിയുടെ അകക്കാമ്പിൽ കാണപ്പെടുന്നുണ്ട്. ശാസ്ത്രജ്ഞർ പറയുന്നത് ഭൂമിയെ മുഴുവനായി പൊതിയാനുള്ളത് അത്രയും സ്വർണം അകക്കാമ്പിനുള്ളിൽ ഉണ്ടാകുമെന്നാണ്. നമ്പർ 6, ഓറഞ്ച്. നാരങ്ങ സാധാരണയായി ഓറഞ്ച് നിറത്തിലാണല്ലോ കാണപ്പെടാറുള്ളത്. ദക്ഷിണ പൂർവേഷ്യയിലെല്ലാം നാരങ്ങ പച്ച നിറത്തിലാണ് കാണപ്പെടാറുള്ളത്. വിയറ്റ്നാമിനെയും തായ്ലാന്റിനെയും പോലുള്ള ചൂടുള്ള പ്രദേശങ്ങളിൽ നാരങ്ങ പച്ച നിറത്തിലാണ് കാണപ്പെടാറുള്ളത്. യഥാർത്ഥത്തിൽ ഏത് നിറത്തിലുള്ള നാരങ്ങയാണ് ആദ്യം ഉണ്ടായത്? പച്ച നിറത്തിലുള്ളതായിരിക്കുമോ അതോ ഓറഞ്ച് നിറത്തിലുള്ളതായിരിക്കുമോ? നമ്പർ 5, ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ വാക്ക്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഏറ്റവും വലിയ വാക്കിൽ അടങ്ങിയിട്ടുള്ളത് 1,89,819 അക്ഷരങ്ങളാണ്. ഇത്രയും വലിയൊരു വാക്ക് വായിച്ചു തീർക്കാൻ മണിക്കൂറുകളോളം എടുക്കും. നിങ്ങൾ ഫ്രീ ആയി ഇരിക്കുകയാണെങ്കിൽ ഈ വാക്ക് മുഴുവനായി വായിച്ചെടുക്കാൻ കഴിയുമോ എന്ന് പരിശോധിച്ചു നോക്കും. നമ്പർ 4, എയ്റോഫോബിയ. ഓരോരുത്തർക്കും പലതരത്തിലുള്ള ഭയങ്ങളുണ്ടാകും. ചിലർക്ക് ഫ്ലൈറ്റിൽ കയറാൻ പേടിയായിരിക്കും. ഫ്ലൈറ്റിൽ കയറാൻ ഭയമുള്ള അവസ്ഥയെ എയ്റോഫോബിയ അല്ലെങ്കിൽ എവിയോഫോബിയ എന്നാണ് വിളിക്കാറുള്ളത്. ഇത് അത്ര വലിയ വിചിത്രമായ അസുഖമൊന്നുമല്ല. മിക്ക ആളുകളിലും കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇടിമിന്നൽ കാരണമോ മറ്റോ തങ്ങൾ മരിച്ചു പോകുമെന്നാണ് ചിലർ കരുതുന്നത്. ഈ ചിന്തയാണ് എയ്റോഫോബിയക്ക് കാരണമാക്കാറുള്ളത്. നമ്പർ 3, ഭയം. പലർക്കും പലതരത്തിലുള്ള പേടിയാണ് അനുഭവപ്പെടാറുള്ളത്. മനസ്സാണ് ഭയത്തിന്റെ ഉറവിടമെന്നാണ് പൊതുവെ എല്ലാവരും ചിന്തിക്കാറുള്ളത്. എന്നാൽ എല്ലാ ഭയവും ഉടലെടുക്കാറുള്ളത് മനസ്സിൽ നിന്നല്ല. വീണു പോകുമോ എന്ന ഭയം, ഉച്ചത്തിലുള്ള ശബ്ദത്തിനോടുള്ള ഭയം എന്നിവയെല്ലാം ഉടലെടുക്കുന്നത് മനസ്സിൽ നിന്നാണ്. എന്നാൽ മറ്റ് പല രീതിയിലുള്ള ഭയങ്ങൾ രൂപപ്പെടുന്നത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നുമാണ്. നമ്പർ 2, സൂര്യന്റെ നിറം. പലരും കരുതുന്നത് സൂര്യന്റെ നിറം സ്വർണ്ണ നിറമാണെന്നാണ്. യഥാർത്ഥത്തിൽ സൂര്യൻ കാണപ്പെടാറുള്ളത് വെള്ള നിറത്തിലാണ്. സൂര്യന്റെ നിറം വെള്ളയായതുകൊണ്ടാണ് നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളുടെ നിറം നമുക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കുന്നത്. സൂര്യൻ മഞ്ഞ നിറത്തിലോ സ്വർണ്ണ നിറത്തിലോ ആയിരുന്നു കാണപ്പെടുന്നതെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളെയും അതേ നിറത്തിലായിരിക്കും കാണുക. സൂര്യപ്രകാശം മഴവില്ലിലെ നിറങ്ങളുമായി സംയോജിച്ച് കാണപ്പെടുന്നത് കൊണ്ടാണ് മഞ്ഞ നിറം ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നത്. നമ്പർ 1, ഫാക്ടറികളിലെ വലിയ ചിമ്മിനികൾ. ഫാക്ടറികളിൽ വലിയ പുകക്കുഴലുകൾ കാണപ്പെടുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? എന്നാൽ നമ്മുടെ വീടുകളിൽ കാണപ്പെടുന്നത് ചെറിയ പുകക്കുഴലുകളായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളപ്പെടുന്നത് വിഷം നിറഞ്ഞ പുകയായിരിക്കും. അത്തരത്തിലുള്ള ഒരു വായു ശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇവിടെയാണ് വലിയ പുകക്കുഴലുകൾക്ക് പ്രസക്തിയേറുന്നത്. കാരണം ഫാക്ടറിയിലെ പുകക്കുഴൽ വലുതായതുകൊണ്ട് തന്നെ അവിടുത്തെ വിഷം നിറഞ്ഞ വായു മുകളിലേക്കായിരിക്കും പോവുക. അതുകൊണ്ട് അന്തരീക്ഷത്തിന്റെ താഴെയുള്ള ഭാഗത്ത് താരതമ്യേന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഈ ഒരുപിടി അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ഇനിയും ഇതുപോലുള്ള പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.